ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്തവണത്തെ പിറന്നാളാഘോഷം നമുക്ക് ഗംഭീരാക്കാം. ഞാൻ കുറച്ച് തിരക്കില്ല, എങ്കിലും തീർച്ചയായും തിരിയും. താങ്ക് യു. രാജു, ബർത്ത്ഡേ ഫംഗ്ഷന് രാജു ഉണ്ടാവണം. ആ, ഋതിക വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻസ് അച്ഛൻ. താങ്ക് യു. അച്ഛൻ ജയിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ ജയിക്കണേന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏയ്, എന്താ മോളെ, എന്തിനാ കരയുന്നേ? മോളിങ്ങനെ വിഷമിച്ചില്ലെങ്ങനെയാ? അച്ഛൻ ജയിച്ചതില് മോള് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇനി വിഷമിക്കല്ലേ? അത് മോളുടെ സന്തോഷം കൊണ്ടായിരിക്കും. മോളിങ്ങി വാ. ചെല്ലു. ഋതിക കരയണ്ട, കണ്ണുടച്ചേ. തന്റെ ചിരിക്കുന്ന മുഖം കാണാനാ ഏറ്റവും ഭംഗി. ഞാൻ നഗതുട്ടില്ലേ? പിന്നെ ഇന്ന് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യണം. സർ, സർ എല്ലാവർക്കും കൊടുക്കാം. സർ, സ്വീറ്റ്സ് എടുക്ക്. രാജു, എന്റെ വിജയത്തിന്റെ പാതി ക്രെഡിറ്റ് ജനങ്ങൾക്കുള്ളതാ. ബാക്കി പകുതി എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്ന നിനക്കുള്ളതാ. വർമ്മ സാറേ, ഞാനൊരു ജോലിക്കാരൻ മാത്രം. സാറിന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു മാത്രം. സാറിന്റെ സത്യസന്ധതയും നല്ല മനസ്സും കൊണ്ടാ സാറിന് ജനങ്ങളുടെ ഇടയില് നല്ല സ്വീകാര്യത ഉണ്ടായതും. സാറ് ഇക്കാലം അത്രയും അവരുടെ പ്രിയ നേതാവായി മാറിയതും. പുറത്ത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? നീയാണോ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്? അതെ സർ, സാർ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. സർ, നമ്മുടെ വിജയാഘോഷ വാഹനം കുറച്ചു കഴിയുമ്പോ പുറത്തു വരും. അത് സാറിന് വരണം. അതിനെന്താ? ആ, പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ആഘോഷവും വേണ്ട. ഏയ് ഇല്ല സർ, ഞാൻ അണികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാഗരാജന് അറിയാലോ, രാജുവിന്റെ പിയ. അതിലുപരി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. രാജുവിനെ എനിക്കറിയാം. പ്രതാപേട്ട, ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാ ഞങ്ങൾ വന്നത്.
ഇപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ പോലെ? പെട്ടെന്ന് വിവാഹകാര്യം പറയാൻ വന്നതാണെന്ന് വിചാരിച്ചു. റോഹ, നീ തന്നെ അങ്കിളിനോട് കാര്യം പറ. അങ്കിളിനെ ക്ഷണിക്ക്. അങ്കിൾ, എന്റെ ബർത്ത്ഡേ നാളെയാണ്. ഓ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു അങ്കിൾ. റോഹൻ സർ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ആ, ഹൃതികെ, രോഹനം ഷീ. രോഹൻ, ബർത്ത്ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. എന്റെ പിറന്നാള് ഇക്കഴിഞ്ഞ 3 വർഷമായിട്ട് അങ്ങനെ ആഘോഷിക്കില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ചേരുമ്പോ അവർ ചോദിക്കുമ്പോൾ ഒരു പാർട്ടി കൊടുക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഇവന്റെ പിറന്നാള് അങ്ങനെ ആയിരിക്കരുത് എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം. കാരണം വർഷങ്ങളായിട്ട് വിവാഹം കഴിക്കണമെന്ന് പറയുന്ന ഞങ്ങളുടെ ആഗ്രഹം ഇവൻ ഈ യാതൊരു മനസാക്ഷിയുമില്ലാതെ തള്ളി കൊണ്ടുപോവാ. പക്ഷേ ഇവിടെ വച്ച് ഹൃതിക മോളെ കണ്ടപ്പോഴാ അവന്റെ തീരുമാനത്തിനൊരു മാറ്റം ഉണ്ടായേ. അപ്പോ അങ്ങനെ ഒരു സന്തോഷകരമായ പിറന്നാളായതുകൊണ്ട് ഇത്തവണത്തെ റോഹന്റെ പിറന്നാള് ഞങ്ങൾ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം. അതിനെന്താ, ഇത്തവണത്തെ പിറന്നാളാഘോഷം നമുക്ക് ഗംഭീരാക്കാം. ഞാൻ കുറച്ച് തിരക്കില്ല, എങ്കിലും തീർച്ചയായും തിരിയും. താങ്ക് യു. രാജു, ബർത്ത്ഡേ ഫംഗ്ഷന് രാജു ഉണ്ടാവണം. അയ്യോ സാറേ, ഞാനെങ്ങനെയാ? അതെന്താ രാജു, തനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? മർമ്മയങ്ങളിൽ വേണ്ടപ്പെട്ട ആളല്ലേ താൻ, അപ്പൊ താനില്ലാതെ എങ്ങനെയാ? ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവൻ കുറച്ച് മടിയുള്ള കൂടുതല. സാരമില്ല, ഞാൻ പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടുവരാം. ശരി അങ്ങളെ. എങ്കിൽ എനിക്ക് രതികമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അകലെ